ഒറ്റ മിനിറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണർത്താൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. ഒന്നുമില്ല, നമ്മളൊരു ഫ്രണ്ട് ഇവിടെ ഷില്ലോങ് കാണാൻ വന്നിരുന്നു. ഇപ്പോൾ നിലവിൽ ഞാൻ ഷില്ലോങ്ങിലാണുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ അവൻ ഷില്ലോങ്ങിലോട്ട് ട്രെയിൻ കയറുന്നു. കാംക്യ സ്റ്റേഷൻ അഥവാ ഗുവാഹട്ടി എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു കാംക്യ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷനുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് അവൻ്റെ മൊബൈൽ പോയി. അങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ അതിലുണ്ടാകുന്ന നൂലാമാലകൾ എത്രത്തോളമാണ്. അതിന് പ്രത്യേകിച്ചൊരു പോസിറ്റീവ് റിസൾട്ടും കിട്ടിയിട്ടില്ല. ഇതേ സംഭവം നടന്നതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം തോന്നുന്നു വേറൊരു പയ്യൻ അതേ സ്റ്റേഷനിലൂടെ കടന്നു പോവുകയാണ്. അഥവാ കാംക്യ എത്തുന്ന സമയത്ത് ഓൻ്റെ ഫോൺ ഇതേപോലെ ആരോ മോഷ്ടിക്കുകയാണ്. അപ്പോൾ അവൻ്റെ സിസ്റ്റർ ഒരു സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ അവർ ഫോൺ ട്രാക്ക് ചെയ്യുന്ന പോലീസിനോടൊക്കെ പറയുന്നു. അപ്പോൾ പോലീസ് പറയുന്നത് എന്താ വെച്ചാൽ ഇത്തിരി പൈസ കിട്ടിയാലേ അവർ അന്വേഷിക്കുള്ളൂ. ഇത്തിരി പൈസ കിട്ടുന്ന കോലത്തിലാണ് അവർ സംസാരിക്കുന്നത്. പൈസ കൊടുത്താൽ അവർ അന്വേഷിക്കുക എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ സിസ്റ്റർ ഇത്തിരി പ്രഷറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാനുള്ള ഒരു സാഹചര്യം ഇതായിരുന്നു. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ഫോൺസ്, അതുപോലെ ലാപ്ടോപ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാല്യുബിൾ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് കൊല്ലത്തെ മെമ്മറീസും അതുപോലെ മറ്റുള്ള ഡേറ്റാസും ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻസും ഒക്കെ അടങ്ങിയ ഒരു സംഭവമാണല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെയധികം നഷ്ടപ്പെട്ട വളരെയധികം ബുദ്ധിമുട്ടിലാവുന്നൊരവസ്ഥയാണ്. എനിക്കും ഇങ്ങനെ ഒരു ദുരനുഭവം ഞാൻ ഹൈദരാബാദ് പോകുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വർഷത്തെ ഫോട്ടോസൊക്കെ ഒറ്റയടിക്ക് പോകുന്നു. അന്നൊന്നും ഗൂഗിൾ ഡ്രൈവിലൊന്നും ഞാൻ സേവ് ചെയ്തിട്ടില്ലായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. നമ്മളാകെ ഇടങ്ങേറായി പോകും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക എന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതാട്ടോ.